നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ചക്കക്കുരുവിന് വീണ്ടും ഇപ്പോൾ വൻ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. ചക്ക സുലഭമായി കിട്ടുന്ന സമയത്ത് ചക്കപ്പുഴുക്ക്, ചക്ക അവിയൽ, ചക്ക വറ്റൽ, ചക്കയപ്പം തുടങ്ങി വിവിധ തരത്തിലുള്ള വിഭവങ്ങളാണ് മലയാളികളുടെ അടുക്കളയിൽ സ്ഥിരം മെനുവിൽ എത്തുന്നത്. ചക്കയുടെ മറ്റ് ഭാഗങ്ങളെല്ലാം പാകം ചെയ്ത് കഴിക്കുമെങ്കിലും ചക്കക്കുരു അധികമാരും നന്നായി ഉപയോഗിക്കാറില്ല. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ രുചിയിൽ മാത്രമല്ല, അനവധി പോഷകങ്ങളുടെ കാര്യത്തിലും ചക്കക്കുരു മുന്നിലാണ്. ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കും പേശികളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ചക്കക്കുരുവിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ സഹായകരമാണ്. സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയതിനാൽ ശരീരത്തിന് ദീർഘനേരം ഊർജം ലഭിക്കുന്നതിന് ചക്കക്കുരുവിൻ്റെ വിഭവങ്ങൾ സഹായകരമാണ്. നാരുകളും പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും. ഇതിലടങ്ങിയിട്ടുള്ള ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ലതാണ്. ചക്കക്കുരു വിഭവങ്ങൾ: ചക്കക്കുരു ഉണ്ണിയപ്പം. ചക്കക്കുരു വേവിച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി, ശർക്കരപ്പാനി, ഏലക്ക പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മാവിൻ്റെ രൂപത്തിലാക്കുക. ശേഷം ഉണ്ണിയപ്പ ചട്ടിയിൽ ചുട്ടെടുക്കുക. ചക്കക്കുരു കട്ലൈറ്റ്. വേവിച്ച ചക്കക്കുരു ഉരുളൻകിഴങ്ങ്, സവാള, പച്ചമുളക്, മസാല എന്നിവ ചേർത്ത് ബ്രെഡ് പൊടിച്ചതിൽ മുക്കി പൊരിച്ചെടുക്കാം. അടുത്തത് ചക്കക്കുരു പക്കോട. ചക്കക്കുരു ചെറുതായി അരിഞ്ഞ് കടലമാവ്, മുളകുപൊടി, കറിവേപ്പില എന്നിവ ചേർത്ത് പൊരിച്ചെടുക്കാം. അടുത്ത ചക്കക്കുരു ബോണ്ടയുണ്ടാക്കാം. വേവിച്ച ഉടച്ച ചക്കക്കുരു മസാല ചേർത്ത് ഉരുളകളാക്കി ബാറ്ററിൽ മുക്കി വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നിരവധി വിഭവങ്ങൾ ചക്കക്കുരു വെച്ച് നമുക്കുണ്ടാക്കാവുന്നതാണ്.